കോന്നി തവളപ്പാറയിൽ ജനവാസ മേഖലയിൽ മൂരിക്കിടാവിനെ വന്യമൃഗം ആക്രമിച്ചു. പുലിയോ കടുവയോ ആണ് ആക്രമിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണെന്നും വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രതികരണത്തിലേക്ക്. ഭയങ്കര ഇതാണ് കാട്ടുപന്നി, പെരുമ്പാമ്പ്, രാജവമ്പാലൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ആനയും കടുവയും പുലിയും ഒക്കെ ആയിട്ട് മാറുമ്പോൾ ഒന്നാമത് പ്രതിപക്ഷം എന്ന രീതിയിൽ ഞങ്ങളാണെങ്കിൽ നല്ല സമരങ്ങളൊക്കെ നടത്തിയാണ്. എന്നിട്ട് പോലും ഇപ്പോൾ 1 മാസമായി, ഇപ്പോൾ 6 മാസമായി ഭരണസമിതി വന്നിട്ട് 1 മാസം മുമ്പ് ഞങ്ങൾ സമരം നടത്തി. ഇപ്പോൾ ഇടാന്ന് പറയാനല്ലാതെ യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ നമുക്ക് അത്യാവശ്യമായിട്ടും വേണ്ടത് ഇപ്പം ഈ സ്ട്രീറ്റ് ലൈറ്റുകളാണ്. അഥവാ ഇതുങ്ങൾ വന്നു കഴിഞ്ഞാൽ കാണാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. ശ്രീരാജ് ബാബു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീരാജ്, ഒരു വ്യക്തത എന്തായാലും പ്രദേശവാസികൾക്കും വേണ്ടിവരും. കാരണം അവർക്ക് ആശങ്ക ഉണ്ടാവുമല്ലോ, ഇത് പുലിയാണോ കടുവയാണോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ടോ? അവരെന്തെങ്കിലും നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ ഇതിനോടകം? എന്താണ് വിശദാംശങ്ങൾ? ശ്യാമിലി, നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. പരിശോധന അടക്കം നടത്തുകയാണ്. ഈ പ്രദേശത്ത് ഈ കാൽപ്പാടുകൾ, മൃഗങ്ങളുടെ കാൽപ്പാടുകളടക്കം നോക്കി ഏത് മൃഗമാണ് ഇവിടെ എത്തിയതെന്ന പരിശോധനയാണ് നിലവിൽ വനംവകുപ്പ് നടത്തുന്നത്. ഇതിലൊരു സ്ഥിരീകരണം എന്തായാലും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ഈ മൂരിക്കിടാവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഒരു വന്യമൃഗം ആക്രമിച്ച നിലയിലായിരുന്നു ആ മൂരിക്കിടാവ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ കടുവയോ പുലിയോ ആകാമെന്ന സംശയമാണ് ഈ പ്രദേശവാസികൾക്കുള്ളത്. കാരണം ഈ ഭാഗത്ത് പുലിയുടെ സാന്നിധ്യം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വന്യമൃഗ ശല്യം രൂക്ഷമായൊരു പ്രദേശമായതുകൊണ്ട് തന്നെ ആളുകൾ വലിയ ഭീതിയിലാണ് ഇവിടെ ഉള്ളത്. വനംവകുപ്പ് അടിയന്തര നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ഏത് മൃഗമാണ് ആക്രമിച്ചതെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകണം. അത് കടുവയോ പുലിയോ ഒക്കെ ആണെങ്കിൽ അത് വലിയ ഭീതി ആളുകൾക്ക് ഈ സമയങ്ങളിലെല്ലാം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭാഗങ്ങളിലൊന്നും തന്നെ വഴിവിളക്കുകളില്ല. വാർഡ് മെമ്പർ അടക്കം പറയുന്നത് ഇവിടെ വഴിവിളക്ക് സ്ഥാപിച്ച് ഈ ആളുകളുടെ ഭീതി ഒഴിവാക്കണമെന്നാണ് ആളുകൾ, പ്രദേശവാസികളടക്കം പറയുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധന നടത്തുകയാണ്. പുലിയോ കടുവയോ മറ്റു മൃഗങ്ങളോ എന്തെങ്കിലുമാണോ ഈ ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം എന്തായാലും ഇതുവരെ വന്നിട്ടില്ല. ശ്യാമിലി.